ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിൽ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ആകാശ് പറയുന്നുണ്ട് അൻസാരിദാസിനോട്, എന്തായാലും ഞാൻ മഹേഷിന്റെ കുടുംബത്തിനെതിരെ നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ പോവാണ്. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി. അൻസാരി ചോദിക്കുന്നുണ്ട്, അല്ല ആകാശ് താൻ എന്താ ഉദ്ദേശിക്കുന്നത്? മഹേഷ് ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ സന്തോഷത്തിൽ. അതെ, അതിനെ വെച്ചിട്ട് തന്നെയാ ഞാൻ കളിക്കാൻ പോണത്. എടോ, ഒരു പിഞ്ചു കുഞ്ഞു വെച്ചിട്ട് താൻ എന്ത് ചെയ്യാൻ പോവാടോ? അത് സാറിന് വഴിയെ കാണിച്ചു തരാം. എന്നാൽ ആകാശ് പോയിക്കോ, ആകാശിന്റെ ഒന്നും സംഭവിക്കില്ല, ഞാൻ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയാണ്. ആകാശ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും കൂടെയുള്ളൊരു പുള്ളിക്കാരൻ അൻസാരിദാസിനോട് ചോദിക്കണ്ടേ, ഇവനെ വിശ്വസിക്കാവോ സാറേ? അവന്റെ നേരെ ഒരു കണ്ണ് വേണം എപ്പോഴും എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരനും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാമനാഥനെയും അതുപോലെ തന്നെ സ്വപ്നവല്ലിനെയാണ്. സ്വപ്നവല്ലി ചോദിക്കണ്ടേ, അല്ല ആതിരനെ എവിടെ നിർത്താനാ മഹേഷിന്റെ പ്ലാൻ? അത് അവന് ഇന്നലെ പറഞ്ഞതല്ലേ, അവിടെ തന്നെ നിർത്താനായിരിക്കും അവന്റെ പ്ലാന്. എന്നാലും ഇവിടെ നിന്നൊക്കെ മാറ്റി നിർത്താണെങ്കിൽ അത് കേസിനെ ബാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ മഹേഷ് വേണ്ട പോലെ ചെയ്തോളും എന്ന് രാമനാഥൻ പറയുമ്പോഴേക്കും അവിടേക്ക് ഇഷിത ഭയങ്കര സന്തോഷത്തിൽ വരും കേട്ടോ. അച്ഛ, അമ്മേ, ദേ മഹേഷ് വിനോദിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. വിനോദിനെ ഭയങ്കര മടിയായിരുന്നു കൂടെ വരാനായിട്ട്, പിടിച്ച് വലിച്ച് കൊണ്ടുവരുവാണ്. അപ്പൊ അവനെ നമ്മളൊന്ന് കാണണമെന്നില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ മഹേഷ് അവിടേക്ക് വാതിൽ തുറന്നു വരുവാട്ടോ. മഹേഷ് പറയുന്നുണ്ട്, അമ്മേ, അച്ഛ, ഒരാളെയും കൂട്ടിക്കൊണ്ടുതന്നെ വന്നേക്കണത്. ആൾക്കെ ഇവിടെ വരാൻ വല്ലാത്ത മടിയാന്ന് എല്ലാരെയും ഫേസ് ചെയ്യാനായിട്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയാണ്. അങ്ങനെ വിനോദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിനോദിനെ കാണുമ്പോൾ തന്നെ സ്വപ്നയിലേക്ക് രാമനാഥന് ഭയങ്കര സന്തോഷമാവണം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ ഇഷിതക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. ഇഷിത എടുത്ത് പറയുന്നുണ്ട്, വിനോദ് എടുത്തിന എനിക്ക് ഇതുപോലെ കാണാൻ പറ്റിയത് വല്ലാത്ത സന്തോഷമുണ്ട്. വിശേഷങ്ങളൊക്കെ സുജി പറഞ്ഞിട്ട് ഞാൻ അറിയുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. എന്തായാലും വല്ലാത്ത സന്തോഷമുണ്ട് ഇടത്തി എന്ന് പറയുന്നുണ്ട്. അച്ഛ, അമ്മേ, നിങ്ങളെയൊക്കെ ഇനി പെട്ടെന്ന് ഇതുപോലെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയാണ്. ആ സമയത്ത് മഹേഷിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ വിനോദ് പറയണ്ട്, ഏട്ടാ, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ഏട്ടനോടാ. എന്നെ ഇത്ര കഷ്ടപ്പെട്ട് റിസ്ക് എടുത്തിട്ട് ഏട്ടനെ ഇറക്കിയില്ലേ എന്ന് പറയുമ്പോഴേക്കും നിശ്ചിത പറയണ്ട്, സത്യം പറഞ്ഞ നിന്റെ ഏട്ടൻ ഇതിനു മുമ്പേ നിന്നെ ഇറക്കേണ്ടതായിരുന്നു. അന്നാണല്ലോ ഏട്ടന് ആക്സിഡന്റ് സംഭവിച്ചത്, അല്ലെങ്കിൽ നീ ഇതിനു മുമ്പേ ഇറങ്ങിയാനെ. പിന്നീട് അവിടെ നിന്ന് ഇവരെ ആതിരനെ മാറ്റുകയും ചെയ്തില്ലേ എന്നൊക്കെ പറയുമ്പോ മഹേഷ് പറയണ്ട, അതേടാ, അന്ന് നിന്നെ ശരിക്കും ഇറക്കേണ്ടതായിരുന്നു. പിന്നെ ഏട്ടനൊന്ന് കിടന്നുപോയി, അതാണ് അവസരം മുതലെടുത്ത് ആതിരനെ ഇവിടുന്ന് ആകാശൊക്കെ മാറ്റിയത്. ഏട്ടാ, ഞാൻ എത്ര കടപ്പാട് പറഞ്ഞാലും മതിയാവില്ല. ഏട്ടൻ അത്രമാത്രം റിസ്ക് എടുത്തൊന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ഇഷിത പറയണ്ട, അതെ, നീ നന്ദിയൊന്നും പറയണ്ട ഏട്ടനോട്. ഒരു കാര്യം മാത്രം, ഏട്ടൻ പറഞ്ഞ ഒരു കാര്യം മാത്രം അനുസരിച്ചാൽ മതി. എന്താ ഏട്ടാ? ഞാൻ എന്ത് വേണമെങ്കിലും അനുസരിക്കാലോ. എന്താ ഏട്ടനെ വേണ്ടത്? അത് പിന്നെ വിനോദേ, നീ ആകാശിനെയും അതുപോലെ അൻസാരിദാസിനെ പോയി കണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഏട്ടാ. ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്നെ തളർത്താതിരുന്നത് ആകാശിന്റെയും അൻസാരിദാസിന്റെ മുഖങ്ങളായിരുന്നു. എനിക്ക് അവരെ പോയി കണ്ടിട്ട് അവരെ രണ്ട് പൊട്ടിക്കണോ ഏട്ടാ? എടാ, അതിപ്പോ വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പോ കേസ് കഴിഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോ അതിന്റെ പേര് ഒരു പ്രശ്നമോ വഴക്കോ ഒന്നും വേണ്ട. അൻസാരിദാസ് ഇപ്പൊ നിൽക്കുന്ന മണ്ണ് പതുക്കെ ചുരണ്ടി എടുത്തെടുത്ത് അയാളെ കുഴിയിലേക്ക് ഇടണം. എന്നിട്ട് ആ മണ്ണ് കൊണ്ട് അയാളെ മൂടണം. അങ്ങനെ വേണം അയാളെ വീഴ്ത്താനായിട്ട്. ആകാശിനും അങ്ങനെ തന്നെ പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എല്ലാത്തിനും ഒരേ സമയമുണ്ട്. ഇഷിത പറയണ്ട, അതെ വിനോദേ, എന്നിട്ട് ചെയ്താൽ മതി എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ സ്വപ്നവല്ലി പായസമായിട്ട് വരികയാണ്. ദേ, ഇനി മധുരം കഴിച്ചിട്ടാവാം സംസാരം എന്ന് പറയുമ്പോ മഹേഷ് ആ പായസം എടുക്കാണ്. ശേഷം അത് ടീസ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് നമ്മുടെ വിനോദിന് കൊടുക്കുക കേട്ടോ. വിനോദ് പതുക്കെ കുടിക്കുന്നുണ്ട്. ശേഷം മഹേഷ് വീണ്ടും ഒരു കുഞ്ഞനിയന ഭക്ഷണം വാരി കൊടുക്കുന്ന പോലെ മഹേഷ് ആ പായസം വിനോദിനെ കൊടുക്കാണ്. പെട്ടെന്ന് വിനോദിനെ കണ്ണു നിറന്ന് മഹേഷിനെ കെട്ടിപ്പിടിക്കണം. ഏട്ടാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോ, എടാ, നീ കുഞ്ഞു പിള്ളേരെ പോലെ കരയല്ലേ, ഒന്നുമില്ലടാ, ഞങ്ങളെല്ലാം നിന്റെ കൂടെ തന്നെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദിനെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ മഹേഷ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന സുചിത്രേനെയാണ്. സുചിത്ര ആണെങ്കിൽ ആകെ ഒരു വെപ്രാളത്തിലാണ്. വിനോദ് ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ, അങ്ങോട്ടേക്ക് പോയാലോ? വേണ്ട, പോയി കഴിഞ്ഞാൽ എല്ലാരും കൂടി എന്നെ കളിയാക്കും. ശുനിപ്പ് എന്താ ചെയ്യാ? വിനോദം ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലോ, ഇഷിതേച്ചിനെ ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുചിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുചിത്രയുടെ ഫോണിലേക്ക് ബെല്ലടിക്കുന്നത്. ഇഷിതയാട്ടോ വിളിക്കുന്നത്. ഹലോ ഇഷിതേച്ചി, ആളെത്തിയോ? എത്തിയിട്ടുണ്ട്. ദേ, ആള് പോകാൻ വേണ്ടി പോകാണ്, നീ ഇങ്ങോട്ടേക്ക് വാ. അപ്പൊ എന്നെ കാണണമെന്നില്ലല്ലേ? എടി, നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളെ കാണാനും ആഗ്രഹമൊന്നും ഉണ്ടായില്ല. എല്ലാരും ഫേസ് ചെയ്യാൻ വിനോദിന് ഒരു മടി ഉണ്ടാവുമല്ലോ. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വരാന്നാണ് വിചാരിച്ചത്. പക്ഷെ മഹേഷ് ഏട്ടാ കൂട്ടിക്കൊണ്ടു വന്നതാണ്. ദേ, നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ. അയ്യോ, അവിടെ എല്ലാരും ഇല്ലേ? എനിക്ക് വിനോദിനോട് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. എടി, വിനോദിനെ സംസാരിക്കുന്ന അവസരമൊക്കെ ഞാൻ ഒപ്പിച്ചരാം. എന്റെ മഹേഷിന്റെ റൂമില് നിനക്കും വിനോദിനും എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കാം. നീ ഇങ്ങോട്ട് പെട്ടെന്ന് വാ എന്ന് പറയാണ്. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുചിത്ര ഫോൺ വെക്കാണ്.
അങ്ങനെ സുചിത്ര നമ്മുടെ ഇഷിതയെ മഹേഷിന്റെ റൂമിലേക്ക് ഓടിപ്പാൻ എത്തുമ്പോഴേക്കും അവിടെ വിനോദ് ഉണ്ടായിരുന്നു കേട്ടോ. വിനോദ് തിരിഞ്ഞു നോക്കുമ്പോ സുചിത്രനെ കാണാണ്. സുചിത്ര സന്തോഷത്തോടെ വരുന്നുണ്ട്. വിനോദിനെ കണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താടോ താൻ ഞെട്ടിപ്പോയോ? ഞാൻ വന്നത് തനിക്ക് പെട്ടെന്ന് ഷോക്കായോ? അങ്ങനെയൊന്നുമില്ല. വിനോദ് എപ്പോ വേണമെങ്കിലും ഇറങ്ങുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ കുറച്ച് മുമ്പ് വന്നോണ്ട് അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. എന്നെ ജയിലിൽ വന്ന് കാണുമ്പോ വേറെ വിവാഹം കഴിച്ചോന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ടിരുന്ന ആളല്ലേ. എടോ ഞാൻ എങ്ങനെയാട്ടോ തന്നോട് 5-6 വർഷമൊക്കെ എനിക്ക് വേണ്ടി കാത്തിരിക്കണോന്ന് പറയണത്? അത് മോശമാണെന്ന് വെച്ചിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്കതിൽ വല്ലാത്ത വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തനിക്കൊരു ജീവിതം വേണ്ടേച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിനോദിന് വേണ്ടി 5-6 വർഷമല്ലേ, അതിനെ സുഖമായിട്ട് കാത്തിരുന്നാനെ. എന്നാലും ഇത്ര പെട്ടെന്ന് വിനോദിന് ഇറങ്ങാൻ പറ്റിയല്ലോ, വളരെ സന്തോഷമുണ്ട് എന്ന് സുചിത്ര പറയുമ്പോ വിനോദ് പറയുന്നുണ്ട്, മഹേഷിനെ പറഞ്ഞു ആദ്യനെ കണ്ടുപിടിക്കാൻ വേണ്ടി താൻ ഒരുപാട് സഹായിച്ചു എന്ന്. എടോ താൻ എന്റെ ഭാഗ്യമാടോ. തന്നെ അതുപോലെ മഹേഷേട്ടനും താനൊക്കെയാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ഏടത്തി എല്ലാവർക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതെ, നന്ദിയൊക്കെ ഇങ്ങനെ കാണിച്ചാ പോരാ. ഇനി അടുത്ത പ്ലാൻ എന്താ? നമ്മുടെ വിവാഹം അത് വെച്ച് താമസിപ്പിക്കണോ? പെട്ടെന്ന് നടത്തൂടെ എന്ന് സുചിത്ര ചോദിക്കുമ്പോ വിവാഹം അത് ഏട്ടനും ഏട്ടത്തി തീരുമാനിക്കുന്ന പോലെ എന്താ ചെയ്യട്ടെ. നമ്മുടെ വിവാഹം ഏട്ടത്തിക്കൊരു സമാധാനവും സ്വസ്ഥതയായിരിക്കും ഏട്ടൻ പറയണത്. അത് ശരിയാണ്. ഞാനേ പോകുവാണ്, വരാം. എന്നെ കൈവിടാതെ 2-3 സുഹൃത്തുക്കളുണ്ട്, അവരെയൊക്കെ ഒന്ന് പോയി കാണണം. ഇനി എപ്പോഴും നമ്മൾ കാണാം, ഉടനെ വരാടോ, ഞാൻ തന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിനോദ് അവിടുന്ന് പോവാണ്. സുചിത്രക്ക് ഭയങ്കര സന്തോഷാവാട്ടോ. അതിനുശേഷം കാണിക്കുന്ന ആകാശിനെയാണ്. ആകാശിന്റെ അടുത്തേക്ക് സുമി വരുന്നുണ്ട്. ആകാശ്, രചന പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഇല്ല, എത്തിയിട്ടില്ല എന്ന് ആകാശ് പറയാണ്. അല്ല, സാധാരണ രചനയോട് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആകാശിന്റെ അടുത്ത് വരാറുണ്ടല്ലോ. നീ എന്താണ് എന്നെ കുറിച്ച് വെച്ചാ? നിന്നെ മണത്ത് നടക്കാണോ ഞാനെന്നോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. രചന പോകുമ്പോ തന്നെ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ സംസാരിക്കുമ്പോഴും അടുത്തുണ്ടാകുമ്പോഴൊക്കെ ആകാശിന് ഭയങ്കര സന്തോഷമാണെന്നല്ലോ ആകാശ് പറയണത്. എടി അതൊക്കെ ഞാൻ വിട്ടു. നീയേ ഒരു ഫാമിലി പ്ലാനിങ്ങിലൊക്കെ നടക്കുന്ന ഒരു കുലസ്ത്രീ പെണ്ണാണ്. ഒരു കുടുംബിനിയായിട്ടുള്ള ഒരു പെണ്ണാവണമെന്നാണ് നിന്റെ ആഗ്രഹം. അങ്ങനത്തെ പെണ്ണുങ്ങളെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഈ ഫാമിലി സെറ്റപ്പ് ആഗ്രഹിക്കുന്ന ഒരാളല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ സുമി നിന്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. രചന അവിടേക്ക് വരുവാട്ടോ. അപ്പോ രചന വരുമ്പോഴേക്കും സുമി പറയണ്ട്, ഞാൻ ആകാശിനോട് സംസാരിക്കായിരുന്നു രചന. ആകാശിന്റെ പ്ലാനൊക്കെ പൊളിഞ്ഞു പോയല്ലോ, ആകാശ് കുടുങ്ങിയല്ലോ എന്ന്. കുടുങ്ങിയെന്നോ? എങ്ങനെയാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? വിനോദ് പുറത്തിറങ്ങി. ആതിര മൊഴി കൊടുത്തു വിനോദ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ആകാശിനെതിരെയാണ് അവള് വിരല് ചൂണ്ടുന്നത്. അതുകൊണ്ട് ഇനി കുടുങ്ങാൻ പോണത് ആകാശായിരിക്കും. സുമി പറഞ്ഞത് സത്യമാണ് ആകാശ് എന്ന് രചന ചോദിക്കുമ്പോ അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ആ പെണ്ണിനെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിച്ച, പൈസ കൊടുത്ത് മൊഴി മാറ്റി പറയിപ്പിച്ചാണെന്ന് ഞാൻ പറയും. പിന്നെ മഹേഷ് അവനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്, അവനെ വെറുതെ വെച്ചേക്കില്ല എന്ന് പറയുമ്പോ സുമി പറയണ്ട്, അപ്പോഴും തോൽവി സമ്മതിക്കാനായിട്ട് ആകാശിനെ പറ്റില്ലല്ലേ? ദേ രചന, നിനക്കറിയാവോ ഇവിടുത്തെ കേരളത്തിലെ നമ്പർ 1 കമ്പനി ഇപ്പോ നമ്മുടെ മഹേഷിന്റെ കമ്പനിയാണ്. അതുപോലും സമ്മതിച്ചു തരാനായിട്ട് ആകാശിനെ പറ്റില്ല. ആകാശിന്റെ കുശുമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുമി ഇങ്ങനെ കളിയാക്കി ചിരിക്കാട്ടോ. ആകാശ ദേഷ്യത്തിൽ അകത്തേക്ക് പോവാണ്. സുമിയുടെ അടുത്ത് രചന പറയുന്നുണ്ട്, നീ എന്തിനാ ആകാശിന് അങ്ങനെയൊക്കെ പറഞ്ഞത്? ആകാശിന് അത് ഫീൽ ചെയ്തു. ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. എന്തായാലും ആകാശ് കുടുങ്ങാൻ പോവാ. ഇതെന്തൊരു കഷ്ടമായെന്ന് രചന പറയാണ്. എന്റെ മക്കളേക്ക് ആകാശം സ്നേഹിച്ചു വരുമായിരുന്നു, അപ്പോഴേക്കും ഓരോരോ കുരിശും മാരണങ്ങളും എന്നൊക്കെ പറയുമ്പോഴേക്കും സുമി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചിരിക്കാട്ടോ. രചന അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ മാധവിനെയാണ്. മാധവ് കുടിച്ച് മറിഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് മനസ്സിന് വരുന്നുണ്ട്, എടാ നീ ബാറിൽ നിന്ന് കുടിക്കുന്നുണ്ട്, ഇപ്പൊ വീട്ടിൽ നിന്ന് കുടിക്കാൻ തുടങ്ങിയോ? വീട്ടിൽ നിന്ന് കുടിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അയ്യോ, ബാറും വീടും തമ്മിൽ ഒരു വ്യത്യാസമില്ല തള്ളേ. ബാറിലും കിട്ടുന്നത് വിഷം, ഇവിടെ ഉള്ളത് വിഷം എന്ന് പറഞ്ഞു. പിന്നെ എന്ത് വ്യത്യാസം ഉള്ളത് എന്ന് പറയുമ്പോ അവിടേക്ക് ലയ വരുവാണ്. മാധവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. എന്തായി കാണിക്കുന്നത് ചോദിക്കുമ്പോഴേക്കും മനസ്സിന് പറയണ്ട്, എടി അവന്റെ ആ കുപ്പിയെല്ലാം എടുത്തോണ്ട് കൊണ്ട് പൊട്ടിച്ചു കളയടി എന്ന് പറയാണ്. തൊട്ടുപോരും എന്റെ കുപ്പിയില് എന്ന് മാധവ് പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയില് മാധവ് നമ്മുടെ ലയേനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോ ആ കൈ അഷിത പിടിച്ച് വളയ്ക്കുന്നുണ്ട്. ശേഷം മാധവിനെ അഷിതയും ലയയും കൂടി ചേർന്നിട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക്, അതായത് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോവാണ്. മാധവ് രക്ഷപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയം കേട്ടോ. അതോടെ ലയയുടെ വിഷമങ്ങളും മാറും. അപ്പൊ ആ ഒരു ഭാഗം കാണിക്കുന്നത്. പിന്നെ ഇഷിതയും മഹേഷും ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. ഇഷിതേനെ മഹേഷ് ചേർത്ത് വെച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്ന ഭാഗവും കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രൊമോയിൽ അത്രയും കാണിച്ചുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.